وما النصر إلا من عند الله العزيز الحكيم. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ ദർസിൽ ഭാര്യാഭർത്താക്കന്മാർ പരസ്പരമുള്ള ദാമ്പത്യബന്ധത്തിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മൾ പരാമർശിച്ചത്. ഈ തവണ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബാധ്യതകളെക്കുറിച്ചും ഭർത്താവിന് ഭാര്യയോടുള്ള ബാധ്യതകളെക്കുറിച്ചുമുള്ള ചില അടിസ്ഥാന പാഠങ്ങളാണ് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും ധാരാളം ബാധ്യതകളുണ്ട്. അവ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറയുകയാണ് എങ്കിൽ ഓരോ വിഷയത്തിനും തന്നെ ധാരാളം സംസാരിക്കാനും വിശദീകരിക്കാനും ഉണ്ട്. എന്നാൽ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പാലിക്കേണ്ട ബാധ്യതകളുടെ മൊത്തത്തിലുള്ള ചില അടിസ്ഥാനങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പറഞ്ഞു പോവുക. അതിലൊന്നാമത്തേത് ഭർത്താവിന് ഭാര്യയോടുള്ള ബാധ്യതകളെക്കുറിച്ചാണ്. ഭർത്താവ് ഭാര്യയോടുള്ള ബാധ്യതയിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനം അവളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവളോടുള്ള പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ നിന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിന്റെ മനസ്സിൽ നീ ഒളിപ്പിച്ചു വെക്കുന്നതും നിന്റെ നാവുകൊണ്ട് നീ ഉച്ചരിക്കുന്നതും നിന്റെ ശരീരാവയവങ്ങൾ കൊണ്ട് നീ പ്രവർത്തിക്കുന്നതുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. ومن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. നന്മയാണ് ഒരു ഉറുമ്പിന്റെ കാലടിപ്പാടിനോളം ചെറിയ ഒരു നന്മയാണ് ചെയ്യുന്നത് എങ്കിൽ അള്ളാഹു അത് കാണുന്നുണ്ട്. അവൻ നാളെ പരലോകത്ത് ആ ചെയ്ത പ്രവർത്തനം നാളെ അവൻ കാണും. തിന്മയാണെങ്കിലും അതുപോലെ തന്നെ. ഭാര്യയോടുള്ള പെരുമാറ്റത്തിൽ എപ്പോഴും ഓർക്കേണ്ട പ്രധാന പാഠം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ അബൂ മസ്ഊദ് എന്ന സഹാബി പറയുകയാണ്, അദ്ദേഹം തന്റെ കീഴിലുണ്ടായിരുന്ന ഒരു അടിമയെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ദേഷ്യത്തിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി, യാ അബാ മസ്ഊദ്, യാ അബാ മസ്ഊദ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ശബ്ദം അടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബാ മസ്ഊദ് ഇഅ്ലം, അബൂ മസ്ഊദ് നീ മനസ്സിലാക്കണം, അന്നല്ലാഹ അഖ്ദറു അലൈക മിൻ ഖുദ്റതിക അലാ ഹാദാ, ഈ കുട്ടിയുടെ മേൽ നിനക്കുള്ള കഴിവിനേക്കാൾ ശക്തിയേക്കാൾ
നിനക്കുള്ള അധികാരത്തെക്കാൾ അള്ളാഹുവിന് നിന്റെ മേൽ അധികാരമുണ്ട്. കീഴിലുള്ള ഒരു അടിമയോട് പെരുമാറുന്ന കാര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്. അപ്പോൾ സഹോദര, എത്രയോ ഉന്നതമായ പദവിയുള്ള, എത്രയോ ബഹുമാനത്തോടും ആദരവോടും കൂടി അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച ഈ ബന്ധങ്ങൾ, അവയിൽ ഏറ്റവും അടുത്ത ബന്ധമായ ഭാര്യയോടുള്ള കടപ്പാടുകൾ എപ്രകാരമായിരിക്കും ചോദ്യം ചെയ്യപ്പെടുക? മുൻപ് നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു നബിയുടെ ചരിത്രം പറഞ്ഞു തന്നു. ഖറസത്ഹു നംലത്തുൻ, അയാളെ ഒരു ഉറുമ്പ് കടിച്ചു ആ നബിയെ. അപ്പോൾ അദ്ദേഹം ഫഅമറ ബിബൈതി അന്നംല, ആ ഉറുമ്പിന്റെ കൂട് അത് കത്തിച്ചു കളയാൻ അദ്ദേഹം കൽപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല ആ നബിയോട് നബിയാണ് അദ്ദേഹത്തോട് ചോദിച്ചു, അലാ നംലത്തു വാഹിദ, നിന്നെ കടിച്ചത് ഒരൊറ്റ ഉറുമ്പല്ലേ, അലാ നംലത്തു വാഹിദ, ഒരു ഉറുമ്പിനെ കൊന്നാൽ പോരായിരുന്നോ? പണ്ഡിതന്മാർ പറഞ്ഞു, 7 ആകാശങ്ങളുടെ ഉടമസ്ഥനായ മഹത്തരമായ അർശിന്റെ ഉടമയായ ഏറ്റവും വലിയവനായ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ജീവികളിൽ നിസ്സാരമായ ഒരു ഉറുമ്പിന്റെ കാര്യത്തിൽ ഒരു നബിയെ ചോദ്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ, സഹോദര, നിന്റെ കീഴിലുള്ള ഭാര്യയുടെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ, നിന്റെ കൈക്കീഴിലുള്ള അധികാരത്തിന്റെ പരിധിയിൽ വരുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു നിന്നോട് എപ്രകാരമായിരിക്കും ചോദ്യം ചെയ്യുക? ഒരു ഉറുമ്പിന്റെ കാര്യത്തിൽ അപ്രകാരമാണ് എങ്കിൽ, അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ഹദീസുകൾ അവിടുന്ന് പറഞ്ഞ എന്താണ്? ഇസ്തൗസു ബിന്നിസാഇ ഖൈറ, നിങ്ങൾ സ്ത്രീകളോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കുക, നല്ല രൂപത്തിൽ വർത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ അവിടുന്ന് പറഞ്ഞു, ഇത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇത്തഖുല്ലാഹ ഫിന്നിസാ, എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഹജ്ജത്തുൽ വദാഇൽ, അവിടുത്തെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജിൽ സർവ മുസ്ലിമീങ്ങളെയും, അന്നുള്ള മുസ്ലിമീങ്ങൾ സഹാബികളിൽ ഏറ്റവും വലിയ കൂട്ടത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ, പിൽക്കാലത്ത് വരാനിരിക്കുന്ന സർവ്വ മുസ്ലിമീങ്ങൾക്കുമുള്ള അവിടുത്തെ ഉപദേശം, അതിലാണ് അവിടുന്ന് പറയുന്നത്, ഇത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങൾ ഭാര്യമാരുടെ കാര്യം, നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യം, അള്ളാഹുവിനെ ആ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കുക. ഇത്തഖുല്ലാഹ ഫിന്നിസാ ഫഇന്നകും അഖൽതുമൂഹുന്ന ബിഅമാനില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കരാർ പ്രകാരമാണ് നിങ്ങൾ അവരെ ഭാര്യമാരാക്കി വച്ചിരിക്കുന്നത്. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, അല്ലാഹുവിന്റെ വാക്ക് ഉച്ചരിച്ചുകൊണ്ടാണ്, അവന്റെ നാമത്തിലാണ് നിങ്ങൾ അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ നിങ്ങൾക്കത് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യം നിങ്ങൾ അതിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഒരു പുരുഷന് നൽകാവുന്ന ഏറ്റവും നല്ല ഉപദേശമാണത്, അള്ളാഹിനെ സൂക്ഷിക്കുക അവന്റെ കീഴിലുള്ള ഭാര്യയുടെ കാര്യത്തിൽ. കാരണം അവളുടെ കാര്യം ചോദിക്കാൻ ചിലപ്പോൾ ദുനിയാവിൽ വേറെ ഒരാളുണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നീ കല്യാണം കഴിച്ചത് യതീമായ ഒരു പെൺകുട്ടിയായിരിക്കാം, അതല്ലെങ്കിൽ കുടുംബത്തിന് വലിയ ശേഷിയില്ലാത്തവരായിരിക്കാം. പക്ഷേ അവരെക്കാളെല്ലാം വലിയവനായ അള്ളാഹുവുണ്ട്. അവരാരും ചോദിച്ചിട്ടില്ലെങ്കിലും അവളുടെ കാര്യം ചോദിക്കാൻ അള്ളാഹുവുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പോകുന്ന സന്ദർഭത്തിൽ, അവിടുന്ന് വഫാത്തായി ഇവിടെ പറഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ എന്താ അവിടുന്ന് പറഞ്ഞത്? അസ്സലാ വമാ മലക്കത് ഐമാനുക്കും, നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം സൂക്ഷിക്കുക. അസ്സലാ വമാ മലക്കത് ഐമാനുക്കും,
നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയവയെ നിങ്ങൾ സൂക്ഷിക്കുക, അതിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് ഈ വലം കൈകൾ ഉടമപ്പെടുത്തിയത്? പണ്ഡിതന്മാർക്ക് പല വിശദീകരണങ്ങളുണ്ട്. അതിലൊന്ന് സ്ത്രീകളാണെന്നാണ്. ഭാര്യമാർ, അവരുടെ കീഴിലുള്ള സ്ത്രീകൾ, അവരുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ കാര്യത്തിൽ നൽകിയ ഉപദേശങ്ങൾ അത്രമാത്രമുണ്ട് ഭർത്താക്കന്മാരോട്. ഇസ്തൗസു ബിന്നിസാഇ ഖൈറ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് വർത്തിക്കുക. ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ളില, സ്ത്രീ അവൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ വാരിയലിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നി ഉഹർരിജു ഹഖ്ഖൻ നിസാ, സ്ത്രീകളുടെ അവകാശങ്ങൾ ആ വിഷയത്തിൽ എനിക്ക് തീർച്ചയായും കടുത്ത ഭയമുണ്ട്, കടുത്ത പ്രയാസമുണ്ട്. ആളുകൾ അത് പൂർത്തീകരിച്ച് നൽകുമോ എന്ന കാര്യത്തിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്ത്രീകളുടെ കാര്യത്തിൽ, അവരുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ അറിവ്, അവൻ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക. അത് നഷ്ടപ്പെട്ടാൽ നമ്മൾ ഈ പറഞ്ഞ അള്ളാഹിനെ കുറിച്ചുള്ള പേടി ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ ഭാര്യയോടായിരിക്കും ഏറ്റവും മോശമായി പെരുമാറാൻ. പൊതുവെ അവിടുത്തെ പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടാനില്ലെങ്കിൽ. കാരണം ഏറ്റവും വഈഫത്താണ്, ദുർബലയാണ്. തന്റെ കീഴിൽ ദുർബലരായ ആളുകൾ അവരോടൊരാൾ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് ആ വ്യക്തിയുടെ സ്വഭാവം വേറിട്ട് നിർത്തുന്ന ഘടകം. അവന്റെ മുകളിലുള്ള വല്ല പോലീസോ അവന്റെ ഉസ്താദോ അവന്റെ അധികാരത്തിലുള്ള ആളോ അവന്റെ വാപ്പാനോടോ അവരോട് ചിലപ്പോൾ നല്ലപോലെ നിന്നേക്കാം. കാരണം അവന്റെ ആവശ്യം നിർവഹിക്കണമെങ്കിൽ നല്ലപോലെ നിൽക്കണം. പക്ഷെ അവന്റെ കീഴിൽ അവന്റെ ആശ്രിതത്വത്തിൽ കഴിയുന്ന സ്ത്രീകൾ, അവരോട് അവൻ എന്ത് പെരുമാറ്റമാണ് നിർവഹിക്കുന്നത് എന്നത് ഒരു വ്യക്തിയുടെ നന്മ ബോധ്യപ്പെടുത്തി നൽകുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് സഹോദര, ഒന്നാമത്തെ അടിസ്ഥാനം ഭാര്യയോട് പെരുമാറുന്നതിൽ അള്ളാഹനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അവൾക്കുള്ള ഹക്കുകൾ നിങ്ങൾ പൂർണ്ണമായി നൽകുക, അതിൽ പിശുക്ക് കാണിക്കാതിരിക്കുക. അവളോടുള്ള ഹക്കുകളിൽ കുറവ് വരുത്തിയാൽ അതിൽ ക്ഷമ ചോദിക്കുക, അവൾക്ക് പരിഗണിക്കേണ്ട വിധത്തിൽ അവളെ പരിഗണിക്കുക എന്നത് ഇസ്ലാമിൽ ഒരു മുസ്ലിമായ ഭർത്താവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം, ഭർത്താവ് ശ്രദ്ധിക്കേണ്ട പാഠങ്ങളിൽ പ്രധാനപ്പെട്ടത് ഭാര്യയുടെ ദൗർബല്യം പരിഗണിക്കുക എന്നതാണ്. അവൾ സ്ത്രീയാണ് എന്നതുകൊണ്ട് അവളുടെ സൃഷ്ടിപ്പിൽ തന്നെ അവൾക്കുള്ള ചില കുറവുകളുണ്ട്. ആ കുറവുകൾ നിങ്ങൾ നികത്താൻ ശ്രമിച്ചാൽ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ഇത്തഖുല്ലാഹ ഫന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ളില, സ്ത്രീ അവളെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ വാരിയലിൽ നിന്നാണ്. وإن أعوج شيء في الضلع أعلاه, വാരിയലിൽ ഏറ്റവും വളവുണ്ടായിരിക്കുക അതിന്റെ മുകൾ ഭാഗത്തിനാണ്. فإن ذهبت تقيمه كسرتها فإن ذهبت تقيمه كسرته, നീ അത് നേരെയാക്കാൻ ശ്രമിച്ചാൽ, നേരെയാക്കാതെ നീ വിടില്ല എന്ന് തീരുമാനിച്ചാൽ കസർതഹു, നീ അത് പൊട്ടിച്ചു കളയും. وإن تركته لم يزل أعوج, നീ അത് ഉപേക്ഷിച്ചാൽ അത് വളഞ്ഞു തന്നെ ഇരിക്കുകയും ചെയ്യും. فاستوصوا بالنساء, അതുകൊണ്ട് നിങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, സ്ത്രീകൾ അവരുടെ ഖിൽഖത്തിൽ, അവരുടെ പടപ്പിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ചില കുറവുകളുണ്ട്. അതിൽപ്പെട്ടതാണ് അവർ ബുദ്ധിപരമായിട്ടല്ല പലപ്പോഴും തീരുമാനമെടുക്കുക. അവരുടെ തീരുമാനങ്ങളിൽ വൈകാരികത എപ്പോഴും വലിയൊരു ഘടകമായിരിക്കും. എന്തൊരു വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോഴും സ്ത്രീകൾ പൊതുവെ വൈകാരിക തലം കൂടുതൽ അത് മുന്തിക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ
അവർക്ക് ചിലപ്പോൾ ശാരീരികമായ ശേഷിക്കുറവുകൾ ഉണ്ടാവും. പുരുഷന് ചെയ്യാവുന്ന പണികൾ അവർക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുപോലെ അത്തരം വൈദഗ്ധ്യം വേണ്ട കാര്യങ്ങളിൽ ചിലപ്പോൾ അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം. അതുപോലെ തന്നെ അവൾക്ക് ഹൈദുണ്ട്, ആർത്തവമുണ്ട്, ഗർഭകാലഘട്ടത്തിലെ പ്രയാസങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവളുടെ അവസ്ഥകളിൽ ചിലപ്പോൾ സ്വാധീനം ചെലുത്തും. ആ പ്രയാസങ്ങൾ പരിഗണിക്കാൻ ഭർത്താവ് തയ്യാറായിരിക്കണം. ആ സന്ദർഭങ്ങളിൽ അവളുടെ കുറവുകൾ അത് അവളുടെ സൃഷ്ടിപ്പിലുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ ഭർത്താക്കന്മാർക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ല, അവൾ അങ്ങനെ അല്ലായിരുന്നെങ്കിലും നിന്നെപ്പോലെ കൃത്യമായി ഒരു പുരുഷൻ ചെയ്യുന്നത് പോലെ തീർത്തും ബുദ്ധിപരമായ നീക്കങ്ങളും തീർത്തും കൃത്യമായ രൂപത്തിലുള്ള പോക്കുമായിരുന്നു സ്ത്രീ അങ്ങനെ ആയിരുന്നെങ്കിൽ പുരുഷന് പലപ്പോഴും അത് ബുദ്ധിമുട്ടാകുമായിരുന്നു. യഥാർത്ഥത്തിൽ സ്ത്രീയുടെ ആ വളവ്, അവളുടെ ആ കുറവ്, അതാണ് കുടുംബ ബന്ധത്തെ ആസ്വാദികരമാക്കുന്നത്. അവൾക്ക് ആ ഒരു കുറവ്, അവളുടെ വൈകാരികമായ ആ മാറ്റങ്ങൾ, ലജ്ജയും അതുപോലെ തന്നെ കുറവും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളും ഇല്ലായിരുന്നെങ്കിൽ, പുരുഷനെ പോലെ തന്നെ സ്ത്രീ പെരുമാറിയിരുന്നെങ്കിൽ ഒരിക്കലും ഭാര്യ ഭർത്തൃ ബന്ധം എന്നത് മനോഹരമാവില്ലായിരുന്നു. അവളുടെ ആ കുറവിലാണ് അവളുടെ ഭംഗിയുള്ളത്. അതില്ലായിരുന്നെങ്കിൽ, ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു ചിലപ്പോൾ ആണുങ്ങളാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ, ഒന്ന് പറഞ്ഞാൽ ഡാന്ന് വിളിച്ചാൽ തിരിച്ചു പോടാന്നറിയും. അതേപോലെ പെണ്ണായിരുന്നെങ്കിലോ അതേപോലെ തിരിച്ചു പറയുകയും തിരിച്ചു പ്രതികരിക്കുകയും കൃത്യമായ അളവുകോലുകൾ വെച്ച് മാത്രം പെരുമാറുകയും ചെയ്യുന്ന രൂപത്തിലായിരുന്നു സ്ത്രീയെങ്കിൽ എങ്ങനെയായിരിക്കും കുടുംബജീവിതം എന്നത്? തീർത്തും പ്രയാസമുള്ളതായിരിക്കും. അപ്പോൾ അവളുടെ കുറവുകൾ അതാണ് അവളെ ഭംഗി കൂട്ടുന്നത് എന്ന് അവൻ മനസ്സിലാക്കട്ടെ. അവളുടെ കുറവ് കാരണത്താൽ സംഭവിക്കുന്ന ഇത്തരം ചെറിയ അബദ്ധങ്ങൾ ഉണ്ടായിരിക്കും. ആ അബദ്ധങ്ങൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഹദീസ് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാധിക്കാവുന്നിടത്തോളം ശരിയാക്കാൻ നോക്കുക, അതല്ലാതെ അത് പൂർണ്ണമായി ശരിയാക്കിയിട്ടേ വിടൂ എന്ന് ഒരാൾ പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസിൽ വന്നതുപോലെ നീ ആ വാരിയൽ പൊട്ടിച്ചു കളയും. ഫഇന്ന കസ്റഹു ഇത്തലാഖ്, അത് പൊട്ടിച്ചു കളയാതാണ് അതിന്റെ ഉദ്ദേശം തലാഖാണ്. ശരിയായിട്ടേ എനിക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തലാഖിലേക്കാണ് അത് മിക്കവാറും എത്തിപ്പെടാൻ. അതുകൊണ്ട് സ്ത്രീക്ക് അവളുടെ സൃഷ്ടിപ്പിലെ ഉണ്ടായിരിക്കുന്ന ഖിൽഖത്തിൽ, അവളുടെ പടപ്പിൽ തന്നെയുള്ള ചില കുറവുകൾ ഉണ്ടായിരിക്കും. ആ കുറവുകൾ പരിഗണിക്കാൻ ഭർത്താവിന് സാധിക്കേണ്ടതുണ്ട്. ഇത് രണ്ടും പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളാണ്. ഒന്ന്, അള്ളാഹനെ സൂക്ഷിക്കുക. റസൂലുള്ളാഹിന്റെ ധാരാളം ഹദീസിൽ വന്നിട്ടുണ്ട് ആ പദം. രണ്ട്, അവളുടെ കുറവ് ശ്രദ്ധിക്കുക. ആ കുറവുകൾ മാറ്റാവുന്നിടത്തോളം മാറ്റാൻ ശ്രമിക്കാന്നല്ലാതെ അത് മാറ്റിയിട്ടേ ഞാൻ വിടൂ എന്ന് തീരുമാനിച്ചാൽ അവന്റെ ബന്ധം മുന്നോട്ട് പോകില്ല. ചില കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് ചിലപ്പോൾ കുറവുകൾ ഉണ്ടാവും. എല്ലാ പെണ്ണുങ്ങളും ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല. പിന്നെ ചില സ്ത്രീകൾക്ക് ചില സ്വഭാവത്തിലും, സല്ലല്ലാഹു ഭാര്യമാർ സൈനബ് റളിയല്ലാഹു അൻഹ വിവാഹം, റസൂലുള്ളാഹിന്റെ വിവാഹാലോചന വന്നപ്പോ എന്താ പറഞ്ഞത്? നബിയെ, ഞാൻ നല്ല ഗീറത്തുള്ള സ്ത്രീയാണ്, എനിക്ക് ഗീറത്ത് കൂടുതലാണ്, ദേഷ്യം കൂടുതലാണ്, എനിക്ക് ധാരാളം കുട്ടികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ദേഷ്യം അത് കുറക്കാൻ ഞാൻ അള്ളാഹുവോട് ദുആ ചെയ്യാം. കുട്ടികളാകട്ടെ അവർക്കുള്ള റിസ്ക് അള്ളാഹുവാണ് നൽകുന്നത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വിവാഹ സമയത്ത് റസൂൽ പറഞ്ഞ വാക്കാണത്. അപ്പോൾ സ്ത്രീകൾക്ക് അവരുടേതായ കുറവുകൾ ഉണ്ടായിരിക്കും. ആ കുറവുകൾ പരിഗണിക്കാൻ ഭർത്താവിന് ബുദ്ധിയില്ലാതെയായി പോയാൽ വിവാഹബന്ധം തകരുന്നത് പെട്ടെന്നായിരിക്കും. അപ്പൊ അവളുടെ കുറവുകൾ പരിഗണിക്കാൻ ഇത് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇതിന്റെ ഉദ്ദേശം ശറഇൽ അള്ളാഹു ഹറാമാക്കിയ തെറ്റുകൾ ഒരു സ്ത്രീയെ ചെയ്യാൻ വിടാനല്ല. അവള് പിന്നെ ഹിജാബ് ധരിക്കാതെ പുറത്തിറങ്ങുന്നു, അത് പെണ്ണിന്റെ കുറവായിരിക്കും എന്ന് പറയാനല്ല. അവളുടെ സ്വഭാവത്തിൽ, നിന്നോടുള്ള പെരുമാറ്റത്തിൽ ചിലപ്പോൾ അവൾക്ക് വന്നേക്കാവുന്ന ചില കുറവുകളുണ്ട്. അത് ചിലപ്പോൾ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവും, ഒരു സാഹചര്യത്തിൽ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഹൈളിന്റെ സമയത്ത് ചിലപ്പോൾ ചില ആളുകളുടെ സ്വഭാവം മാറിയേക്കാം. അതേപോലെ കുട്ടികളുടെ വികൃതി കൂടുന്ന സമയത്ത് ചിലപ്പോൾ മാറിയേക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ അത് പരിഗണിക്കാൻ ഭർത്താവിന് സാധിച്ചിട്ടില്ലെങ്കിൽ വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത്
വളരെ പ്രയാസകരമായിരിക്കും. ഇതാണ് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട 2 അടിസ്ഥാനങ്ങൾ. ഇതിന് കീഴിൽ സ്ത്രീകളുടെ വിഷയത്തിൽ വരാവുന്ന ഹുഖൂഖുകൾ ധാരാളമുണ്ട്. ഉദാഹരണത്തിന് അവർക്ക് നീ കഴിക്കുന്ന ഭക്ഷണം കൊടുക്കണം, നീ ധരിക്കുന്ന നിലവാരത്തിലുള്ള വസ്ത്രം കൊടുക്കണം. അതുപോലെ തന്നെ ഹദീസിൽ വന്നതുപോലെ നീ ഭക്ഷിച്ചാൽ അവൾക്കും ഭക്ഷണം നൽകണം. അതുപോലെ തന്നെ നീ ധരിക്കുന്ന വസ്ത്രം അതിന് സമാനമായ വസ്ത്രം, അതായത് ആ നിലവാരത്തിലുള്ള വസ്ത്രം അവൾക്ക് കൊടുക്കണം. ഇതൊക്കെ ഹുഖൂഖുകളിൽപ്പെട്ടതാണ്. ശാഫിഈ മദ്ഹബിൽ പറയാറുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ ഇറച്ചി വാങ്ങിച്ചു കൊടുക്കൽ സ്ത്രീയോടുള്ള ബാധ്യതയാണ്, ഭാര്യയോടുള്ള ബാധ്യതയാണ്. ഇങ്ങനെ പറയാറുണ്ട്. ഓരോ നാട്ടിലും ഉറഫിലും ഓരോന്നായിരിക്കും. മലപ്പുറം ഭാഗത്തൊക്കെ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് ആ നാട്ടിലെ പൊതുരീതിയാണ്. അപ്പൊ അത് കൊടുക്കണം. അങ്ങനെ അതുപോലെ തന്നെ അവൾക്ക് താമസിക്കാൻ യോജിച്ച, പ്രയാസങ്ങളില്ലാത്ത, അയാളുടെ സാമ്പത്തിക നിലവാരത്തിൽ പറ്റുന്ന ഒരു വീട്, അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കൽ, ഇങ്ങനെ സ്ത്രീയോട് പാലിക്കേണ്ട ബാധ്യതകളുണ്ട്, ഹുഖൂഖുകൾ. അത് വേറെ തന്നെ വിശദീകരിക്കേണ്ട 1, 2, 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ വിശദീകരിക്കാൻ തുടങ്ങിയാൽ ധാരാളം വേറെയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ അവൾക്ക് അസുഖമായി ചികിത്സിക്കുക എന്നുള്ളത്, അവളെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീന് പഠിപ്പിക്കുക എന്നുള്ളത്, അതുപോലെ അവൾക്ക് വേണ്ട ദീനിയായ കാര്യങ്ങൾ നൽകുക എന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇഫത്ത് നൽകുക എന്നുള്ളത്. ഇഫത്ത് എന്ന് പറഞ്ഞാൽ അവളുടെ ചാരിത്രം സംരക്ഷിക്കാൻ വേണ്ട രൂപത്തിൽ അവളുമായി ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. അത് ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉലമാക്കൾ അവർക്ക് അതിൽ ധാരാളം കൗലുകളുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരു മാസത്തിൽ ഒരു ആഴ്ചയിൽ ഒരിക്കൽ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് വാജിബാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. കുറച്ചെല്ലാം പറഞ്ഞു 4 ദിവസത്തിലൊരിക്കൽ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വാജിബാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. കുറച്ച് ആളുകൾ പറഞ്ഞു വല്ലാഹു അലം, അതാണ് ശരിയായി മനസ്സിലാവുന്നത്, ഒരു സ്ത്രീ അവളുടെ ഇഫത്ത് നിലനിർത്താൻ അവളുമായി ബന്ധത്തിൽ ഏർപ്പെടാൻ എത്രയാണോ വേണ്ടത് അത് ഭർത്താവ് നൽകൽ നിർബന്ധമാണ്. അവന് തോന്നുമ്പോൾ മാത്രമല്ല, അവളുടെ അവസ്ഥകളെ പരിഗണിക്കണം. ലൈംഗിക ബന്ധത്തിൽ അവളുടെ അവസ്ഥകൾ പരിഗണിക്കണം. ഇത് വിശദീകരിക്കേണ്ട കാര്യമാണ്, ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. അത് ശ്രദ്ധിക്കുക എന്നത് വളരെ ആവശ്യമാണ്. ചില ആളുകൾ അവരുടെ ഭർത്താവിന്റെ ആവശ്യം മാത്രമാണ് അതിൽ പരിഗണിക്കാറുള്ളത്. ഹദീസിൽ വന്നതുപോലെ ഭാര്യമാർ അവർക്ക് അത് തൃപ്തികരമായോ എന്ന അന്വേഷണം ആവശ്യമാണ്. അതുകൊണ്ട് ഹദീസിൽ വന്നത് ഒരു തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ വീണ്ടും ഉടനെ തന്നെ ഒരിക്കൽ കൂടി ബന്ധപ്പെടാൻ സഹായിക്കുന്നതാണ് കുളിക്കുക എന്നത്. അത് സുന്നത്തിൽപ്പെട്ടതാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, സ്ഖലനം സംഭവിച്ചാൽ ഒരു തവണ കുളിച്ചാൽ വീണ്ടും അതിനുള്ള താല്പര്യമുണ്ടാകുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ തൃപ്തി അത് പൂർത്തീകരിക്കാൻ സാധിച്ചോ എന്നത് അന്വേഷിക്കണം, എന്നത് ശ്രദ്ധിക്കണം. ഹദീസുകളിൽ ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കുറെ മര്യാദകൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അവിടുത്തെ ഹദീസുകൾ വന്നതുപോലെ നീ അവളിലേക്ക് ദൂതനെ അയക്കണം. അവിടുന്ന് പറഞ്ഞു, ദൂതൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുംബനമാണ്. അതുപോലെ ഉള്ള കാര്യങ്ങൾ, ഇസ്ലാമികമായ ലൈംഗിക ബന്ധം എങ്ങനെയാണ്, അത് മുൻപ് ഞാൻ ഒരു തവണ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ വിഷയത്തിൽ വായിക്കാവുന്ന പുസ്തകങ്ങൾ വായിക്കണം. അത് അറിയാതിരിക്കരുത്. വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ലൈംഗിക ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നത് പഠിച്ചും വായിച്ചും തന്നെ അതിലേക്ക് മുന്നിട്ട് ഇറങ്ങാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതിൽ ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുമോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ സഹോദരങ്ങളെ, അവളുടെ ഇഫത്ത് പൂർത്തീകരിക്കാൻ ആവശ്യമായത് നീ നൽകൽ നിന്റെ മേൽ വാജിബാണ്, നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഗൾഫിലും മറ്റൊക്കെ പോയി നിൽക്കുന്ന ആളുകൾ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. ഗൾഫിൽ പോയി നിന്നിട്ട് 3-4 വർഷം അവിടെ പോയി നിൽക്കുക, എന്നിട്ട് 4 വർഷത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ വീട്ടിലേക്ക് വരിക, 1-2 മാസം നിൽക്കുക, പിന്നെ തിരിച്ചു പോവുക. അവരുടെ ഭാര്യമാരുടെ ഹക്കുകൾ ശ്രദ്ധിക്കട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിൽ അതുകൊണ്ടുണ്ടാകുന്ന ഫിത്ന എത്ര വലുതാണ്. സ്ത്രീകൾ മോശത്തരങ്ങളിലേക്ക് പോകുന്നത്, തോന്നിവാസങ്ങളിലേക്ക് പോകുന്നത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ.
അതുകൊണ്ട് മുസ്ലിമീങ്ങളായ ഭർത്താക്കന്മാർ ഇത് ശ്രദ്ധിക്കണം. അത് പറയും, എനിക്ക് എന്റെ വീട് ഉണ്ടാക്കണ്ടേ, കുട്ടീനെ പഠിപ്പിക്കണ്ടേ. സഹോദര, അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ കല്യാണം കഴിച്ചത്? കല്യാണം കഴിച്ചാൽ അവളോടുള്ള ബാധ്യതകൾ നീ നിർവഹിക്കണം. അവൾ സമ്മതിച്ചാൽ നിനക്ക് പോകാൻ അനുവാദമുണ്ട്. അതിന്റെ അർത്ഥം നീ അവളുടെ അവകാശങ്ങളെ പരിഗണിക്കരുത് എന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉലമാക്കളിൽ ചിലർ 4 ദിവസത്തെ ഒരിക്കൽ ബന്ധപ്പെടൽ വാജിബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയൊരു ഭാഗത്തിന്റെ കൗലാണത്. വലിയൊരു ഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം 4 ദിവസത്തെ ഒരിക്കൽ ഭാര്യയായിട്ട് ബന്ധപ്പെടണമെന്നാണ്. ചിലർ ഒരാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു 1 മാസം നടത്തും. 3-4 വർഷങ്ങൾ ഗൾഫിൽ പോയി നിൽക്കുന്ന ആളുകൾ എന്താണ് വിചാരിക്കുന്നത്? എന്താണ് ഭാര്യമാരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ ഫോണും സൗകര്യങ്ങളും ഉള്ളതിനാൽ അതിൽ നടക്കുന്ന വൃത്തികേടുകൾ വരെ. ഇതുകൊണ്ടുണ്ടാകുന്ന ഫിത്നകൾ എത്ര വലുതാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നശിക്കുകയാണ്, തകരുകയാണ് ഈ പറഞ്ഞ തോന്നിവാസങ്ങൾ കാരണത്താൽ. അതുകൊണ്ട് ഭാര്യയോടുള്ള ഹഖൂഖുകൾ വാജിബായത് അവൻ നൽകട്ടെ, മുസ്തഹബായത് അവൻ നൽകട്ടെ. അള്ളാഹനെ സൂക്ഷിക്കട്ടെ, അവളുടെ കുറവുകൾ അവൻ മനസ്സിലാക്കട്ടെ. ഇതാണ് ഭർത്താക്കന്മാരോട് പറയാനുള്ളത്. ഭാര്യമാർ ശ്രദ്ധിക്കേണ്ടത്, അവർ മനസ്സിലാക്കേണ്ട 4 പ്രധാനപ്പെട്ട പാഠങ്ങൾ പറയാം. ഒന്നാമത്തേത്, സഹോദരി, പുരുഷന് അല്ലാഹു സുബ്ഹാനഹു വതആല കുടുംബത്തിൽ സ്ത്രീയേക്കാൾ സ്ഥാനം നൽകിയിട്ടുണ്ട്. അത് നീ തിരിച്ചറിയണം, അത് നീ അംഗീകരിച്ച് നൽകണം. ചില ആളുകൾ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ആധുനികത തലക്ക് പിടിച്ച ആളുകൾ, അവരുടെ കല്യാണം നടക്കുമ്പോൾ തന്നെയുള്ള ചിന്ത എന്താണ്? പെണ്ണും ആണും ഒരേ നിലവാരത്തിൽ. ആണ് ചിലപ്പോൾ കൽപ്പിക്കും, പെണ്ണിന് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ തള്ളിക്കളയുക. ഇങ്ങനെയല്ല ഇസ്ലാമിലെ കുടുംബം. ഇസ്ലാമിലെ കുടുംബം, അതിന്റെ ഗൃഹനാഥൻ, അതിന്റെ അമീർ, അതിന്റെ നേതൃത്വം, അതിന്റെ കടിഞ്ഞാൻ പുരുഷന്റെ കയ്യിലാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. പുരുഷനാണ് അവസാന തീരുമാനങ്ങൾ എടുക്കുന്നവൻ. അതിനുള്ള അവകാശം അല്ലാഹു പുരുഷനാണ് നൽകിയിട്ടുള്ളത്. അത് സഹോദരിമാരെ നാം തിരിച്ചറിയണം. അത് നമ്മൾ നിഷേധിക്കാനോ അതിൽ തർക്കിക്കാനോ അതിൽ പുരുഷനോട് മത്സരിക്കാനോ നമ്മൾ ശ്രമിക്കരുത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നോക്കൂ. ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, വലാ തതമന്നൗ മാ ഫദ്ദലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്. സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ അധികാരമുണ്ട്, ശേഷിയുണ്ട് എന്ന കാര്യം അല്ലാഹു പറഞ്ഞത് തൊട്ട് ശേഷം പറഞ്ഞ ആയത്താണത്. വലാ തതമന്നൗ മാ ഫദ്ദലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്. നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരെക്കാൾ അല്ലാഹു നൽകിയ ശ്രേഷ്ഠത, അല്ലാഹു നൽകിയ പദവി, അത് നിങ്ങൾ കൊതിക്കരുത്, അതിൽ നിങ്ങൾ അസൂയ വെക്കരുത്. ഇന്ന് ആധുനിക സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ഈ അസൂയാണ്. പുരുഷനോടുള്ള അസൂയ, പുരുഷന് നൽകപ്പെട്ട എല്ലാ കാര്യത്തിലും പുരുഷനോടൊപ്പാവണം എന്നാണ് ഇന്ന് ആധുനിക ഫെമിനിസ്റ്റുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിൽ പുരുഷൻ ഒന്നുണ്ടെങ്കിൽ സ്ത്രീ ഒന്ന് വേണം, അവിടെ സംവരണം വേണം, ഇവിടെ സംവരണം, അവിടെ വേണം, ഇവിടെ വേണം. ശരി, ഇതേ സംവരണം എന്നാൽ എല്ലാ കാര്യത്തിലും കൊണ്ടുവരേണ്ടവര്. എന്റെ കെട്ടിടപ്പണിക്ക് സംവരണം വേണമെന്നറിയാത്ത, അതും ജോലി തന്നെയാണല്ലോ. വീടുണ്ടാക്കുന്ന പണി, കല്ല് വെട്ട് പണി, ഇതിലൊക്കെ ഇനി പെണ്ണുങ്ങളെ പ്രാതിനിധ്യം വേണം, എല്ലാത്തിലും 50-50 തന്നെ കൊണ്ടുവരണം എന്നെന്തേ മത്സരിക്കാത്തത്? ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല പുരുഷന് കനിഞ്ഞരുളിയ ചില സ്ഥാനങ്ങളുണ്ട്. അതിന്റെ പേരിൽ അവന് നിശ്ചയിച്ച് നൽകിയ ബാധ്യതകളുണ്ട്. അതിലുള്ള അസൂയയാണ്, അതല്ലെങ്കിൽ അതിലുള്ള മോശമായ മത്സരമാണ് ഇന്നത്തെ ആധുനികത സ്ത്രീകളുടെ ഹൃദയത്തിൽ കുത്തിവെച്ചു കൊടുക്കുന്നത്. പുരുഷന്റെ അനുമതിയില്ലാതെ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ അടിമയാക്കി കൊണ്ടെടുക്കാൻ എന്നു പറയുന്ന ആളുകൾ, അവർ ജോലി എടുക്കുന്ന കമ്പനിയിൽ ലീവ് വാങ്ങിക്കണമെങ്കിൽ ആഴ്ചക്ക് മുന്നേ പറയണം, ദാ എനിക്ക് ലീവ് വേണം, ഇന്ന ആവശ്യമുണ്ട്. 1 മിനിറ്റ് വൈകി വന്നാൽ ഓളെ ശമ്പളം കട്ട്, ഓളെ ജോലിയിൽ നിന്ന് പുറത്താക്കും. അവന്റെ കമ്പനിയിൽ ഏതോ നാട്ടുകാരന് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പെണ്ണ് രാവിലെ മുതൽ 8 മണിക്കൂർ പണി എടുക്കണതിന് 1 മിനിറ്റ് വൈകിയാൽ അവന്റെ ശമ്പളം കട്ട്. കുഴപ്പമില്ല. പക്ഷേ കുടുംബം എന്ന വലിയ ഒരു കെട്ടുറപ്പിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭർത്താവിന്റെ അനുമതി ഇല്ലാതെ ഭാര്യ ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ ഇത് അടിമറ്റാണ്. എന്തു വലിയ വിഡ്ഢിത്തമാണ് ഈ ആധുനിക സമൂഹം പേറി നടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ബോധ്യപ്പെടും. അവന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ സൃഷ്ടിച്ചിട്ടുള്ള സിസ്റ്റങ്ങളും അവൻ സൃഷ്ടിച്ചിട്ടുള്ള വഴികളൊക്കെ ഉണ്ട്.
പെണ്ണ് ഇങ്ങനെ വസ്ത്രം ഇടണം, അതല്ലാതെ ആ യൂണിഫോം തന്നെ ഇടണം, അതിനപ്പുറത്തേക്ക് ഇടാൻ പാടില്ല. ഇതൊക്കെ അവന് തീരുമാനിക്കാം. അവളുടെ ഇത്ര ഭാഗം കാണണം, ഇത്ര ഭാഗം കാണാൻ പാടില്ല. എന്നാൽ ഇസ്ലാം അള്ളാഹുവിന്റെ വിധി പ്രകാരം തീരുമാനിച്ചാൽ, കുടുംബത്തിന്റെ കെട്ടുറപ്പിനു വേണ്ടി ചില നിബന്ധനകൾ വെച്ചാൽ, അത് അടിമത്തമായി കാണുന്ന ഒരു സമൂഹമാണ് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പഠിച്ച് സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നൊക്കെ കണ്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പെൺകുട്ടികളിൽ പലരും എനിക്ക് അയാളെ കീഴിൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ല, അയാൾ പറയുന്ന എല്ലാം അനുസരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് തലാഖ് വാങ്ങിച്ചു പോകുന്ന എത്ര സ്ത്രീകളാണുള്ളത്, എത്ര പെൺകുട്ടികളാണുള്ളത്. സഹോദരി, ഭർത്താവിന് കുടുംബത്തിൽ നിനക്ക് മുകളിൽ സ്ഥാനമുണ്ട് എന്നത് നീ മനസ്സിലാക്കണം. അത് അള്ളാഹ് നൽകിയ സ്ഥാനമാണ്. അതിനനുസരിച്ചുള്ള ബാധ്യതകൾ അള്ളാഹു അവന്റെ മേലെ വെച്ചുകൊടുത്തിട്ടുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അനന്തരാവകാശമില്ല, അതിൽ അവകാശമില്ല. സമ്പത്തിൽ അവൾക്ക് അവകാശമില്ല, അവൾക്ക് പരിഗണന പോലുമില്ല, അവളുടെ അഭിപ്രായങ്ങൾക്ക് പോലും പരിഗണന ഉണ്ടായിരുന്നില്ല. ഇസ്ലാം സ്ത്രീയോട് കാണിച്ച റഹ്മത്ത് അങ്ങേറ്റത്തതാണ്. ഇസ്ലാം സ്ത്രീക്ക് അനന്തരാവകാശത്തിന്റെ പകുതി നൽകി. ആർക്കാണ് ഈ പകുതി നൽകുന്നത്? എന്തെങ്കിലും ഒരു സാമ്പത്തിക ബാധ്യത അള്ളാഹു അവളുടെ മേൽ വെച്ചുകൊടുത്തിട്ടില്ല. അവൾ മകളായി കഴിയുന്ന കാലഘട്ടത്തിൽ അവളെ നോക്കൽ ബാപ്പാന്റെ ബാധ്യതയാണ്, ഉമ്മാന്റെ ബാധ്യതയല്ല. അവൾക്ക് തിന്നാൻ കൊടുക്കണം, അവളെ വസ്ത്രം ധരിപ്പിക്കണം, അവളുടെ ആവശ്യമായ കാര്യങ്ങൾ നിർവഹിച്ചു. ആരുടെ ബാധ്യത? ബാപ്പാന്റെ ബാധ്യതയാണ്. അവൾ ഭാര്യയായി മാറിയാലോ ഭർത്താവിന്റെ ബാധ്യതയാണ്, ഭർത്താവ് നോക്കണം. അവൾക്ക് വേണ്ടത് നൽകൽ, അവൾക്ക് നാട്ടിലുള്ള പൊതുവെ ഉള്ള സ്ത്രീകൾ എന്താണോ അവർക്ക് ലഭിക്കുന്നത് അത് അവൾക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കൽ ഭർത്താവിന്റെ ബാധ്യതയാണ്. അതവൻ ചെയ്തിട്ടില്ല, അവൻ കുറ്റക്കാരനാണ്. അതവന് ചെയ്യാൻ സാധിക്കില്ല എന്ന രൂപത്തിലെത്തിയാൽ ഹാക്കിമിന് ഖാദിക്ക് ഈ വിവാഹബന്ധം വേർപിരിച്ചു കൊടുക്കാനുള്ള അവകാശം വരെയുണ്ട്. നോക്കൂ നിങ്ങൾ. അത് കഴിഞ്ഞാൽ മക്കളുടെ ബാധ്യതയാണ് ഉമ്മാനെ നോക്കൽ. അവൾക്കതിൽ പ്രസവിച്ച് കുട്ടികളുണ്ടായ മക്കൾ ഉമ്മാനെ നോക്കണം. അവളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി അവളുടെ മേൽ ഒരു ബാധ്യതയും വെച്ചുകൊടുത്തിട്ടില്ല എന്നതിനോടൊപ്പമാണ് ഈ അനന്തര സ്വത്ത് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം അവളോട് വിവാഹം കഴിക്കണമെങ്കിലോ മഹർ കൊടുക്കണം, അവൾക്ക് തൃപ്തികരമായ മഹർ കൊടുക്കണം. അവൾ എത്രയാണോ പറയുന്നത്, അവൾ അംഗീകരിക്കുന്ന, അവൾ തൃപ്തിപ്പെടുന്ന മഹർ എത്രയാണോ അത് കൊടുക്കണം. ആ മഹർ കൊടുത്താൽ അതിൽ നിന്നൊരു ചില്ലി കാശ് ഭർത്താവിന് അവളുടെ അനുമതി ഇല്ലാതെ എടുക്കാൻ അനുവാദമില്ല. ഒരു ചില്ലി കാശ് പോലും. നമ്മൾ കഴിഞ്ഞ തവണ മഹറിനെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ അതിൽ പറഞ്ഞു, ഫഇൻ തിബ്ന ലക്കും മിൻഹു ശൈഅൻ ഫകുലുഹു ഹനിഅൻ മരിഅ. അവൾ മനസ്സിന് തൃപ്തിപ്പെട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് വല്ലതും തന്നാൽ നിങ്ങൾ മനസ്സംതൃപ്തിയോടുകൂടി അത് സ്വീകരിച്ചു കൊള്ളുക. എന്റെ അർത്ഥം തന്നെ, അവൾക്ക് തൃപ്തിയില്ലാതെ അതിൽ നിന്ന് എടുക്കാൻ പാടില്ല, അവളെ മഹർ എടുക്കാൻ പാടില്ല, ഒരു സ്വത്ത് എടുക്കാൻ പാടില്ല. അവളുടേതായ ഒരു സ്വത്തും ഭർത്താവിന് അനുവാദമില്ലാതെ തൊടാനുള്ള അവകാശമില്ല. എന്നാൽ ഇവന്റെ സ്വത്തോ, ഇവന്റെ സ്വത്തിൽ നിന്ന് ഇവൻ അവൾക്ക് അർഹതപ്പെട്ടത് നൽകിയിട്ടില്ലെങ്കിൽ അത് എടുക്കാൻ ഭാര്യയ്ക്ക് അനുവാദമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ രൂപത്തിൽ ഇസ്ലാം സ്ത്രീക്ക് പരിഗണന നൽകിയിട്ടുണ്ട്. മകളായിരിക്കെ ഹദീസുകൾ പരിശോധിച്ചാൽ കാണാം, പെൺകുട്ടികൾ അവരെ നല്ല തർബിയ നൽകി, നല്ല അദബ് പഠിപ്പിച്ചു കൊടുത്ത് അവരെ വിവാഹം കഴിപ്പിച്ച് നൽകിയാൽ പിതാവിന് സ്വർഗം അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവളെ കാര്യത്തിൽ അള്ളാഹനെ സൂക്ഷിക്കണമെന്ന് ഭർത്താവിനോട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവളുടെ കാൽക്കീഴിലാണ് സ്വർഗമുള്ളത് എന്ന ആശയത്തിൽ ഹദീസുകൾ അതിൽ ആസാറുകൾ വന്നിട്ടുണ്ട്. ഉമ്മ ഇരിക്കുന്ന സമയത്ത് ഉമ്മാന്റെ കാൽക്കീഴിലാണ് സ്വർഗം എന്ന രൂപത്തിൽ റസൂലുള്ളാഹിന്റെ ഹദീസുകൾ ചിലതിൽ വന്നിട്ടുണ്ട്, ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സലഫുകളിൽ പലരും അത് പറഞ്ഞിട്ടുണ്ട്. ഉമ്മയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അരികിൽ ഒരാൾ വന്നു ചോദിച്ചു, മൻ അഹഖ്ഖു നാസി ബിഹുസ്നി സ്വഹാബതി. അല്ലാഹുവിന്റെ റസൂലെ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവം, എന്റെ ഏറ്റവും നല്ല സ്വഭാവത്തിന് അർഹതയുള്ളത് ആർക്കാണ്? ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പെരുമാറുന്ന സ്വഭാവങ്ങളിൽ ഏറ്റവും നന്നായി പെരുമാറുന്ന അർഹത ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. സുമ്മമൻ, ഉമ്മുക്ക, പിന്നെ നിന്റെ ഉമ്മയാണ്. സുമ്മമൻ, പിന്നെ ആരാണ്? ഉമ്മുക്ക, നിന്റെ ഉമ്മയാണ്. സുമ്മമൻ, പിന്നെ ആരാണ്? അബൂക്ക, സുമ്മ അബൂക്ക, പിന്നെ നിന്റെ വാപ്പയാണ്. 3 തവണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പാന്റെ മുൻപ് ഉമ്മാനെ എടുത്തു പറഞ്ഞത്. ഇസ്ലാം സ്ത്രീക്ക് നൽകിയ പരിഗണനയാണിത്. പക്ഷേ കുടുംബത്തിന്റെ സിമാം, കുടുംബത്തിന്റെ
നേതൃത്വം അത് പുരുഷന്റെ കയ്യിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അതോടൊപ്പം ആ നേതൃത്വം നൽകുന്നതിനോടൊപ്പം അനേകം ബാധ്യതകളുണ്ട്. ഞാൻ ഇത് ഇത്രയും പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ കോളേജിലും മറ്റുമൊക്കെ പഠിച്ച് ഈ പറയുന്ന ആധുനികത തലക്ക് പിടിച്ച ആളുകൾ എത്രയോ കുടുംബ ബന്ധങ്ങൾ കല്യാണം പ്രവേശിച്ച ഉടനെ മുറിഞ്ഞു പോകാനുള്ള കാരണങ്ങളിൽ ഒന്ന് പെൺകുട്ടികളുടെ ഈ ചിന്തയാണ്. ഭർത്താവിന്റെ അരികിൽ, പ്രത്യേകിച്ച് ചിലപ്പോ ഈ അറബിക് കോളേജിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ചില പെൺകുട്ടികൾ സുബ്ഹാനല്ലാഹ് വിവാഹം കഴിഞ്ഞാൽ ചില ഭർത്താക്കന്മാരുടെ പരാതി അതാണ്, ഞാൻ ഒരായത്ത് ഓതിയാൽ 10 ആയത്ത് ഇങ്ങോട്ട് ഓതും. അങ്ങനെ ഭർത്താവിനോട് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക, അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നത് നല്ല ഇശ്റത്തല്ല, നല്ല ബന്ധമല്ല. കുടുംബത്തിന്റെ കെട്ടുറപ്പ് അയാളുടെ കയ്യിലാണ്, ഭർത്താവിന്റെ കയ്യിലാണ്. അത് നീ പരിഗണിച്ച് നൽകണം. അല്ലാഹു പറയുന്നു, അർറിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകൾക്കുമേൽ അധികാരമുള്ളവരാണ്, അവർക്കുമേൽ സ്ഥാനമുള്ളവരാണ്. എന്താണ് അതിന് കാരണം? ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്, അല്ലാഹു അവരിൽ ചിലർക്ക് മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, അതോടൊപ്പം പുരുഷന്മാർ അവരാണ് അവരുടെ സമ്പത്ത് ചെലവഴിക്കുന്നത്. സമ്പത്ത് ചെലവഴിക്കാനുള്ള ബാധ്യത അല്ലാഹു കൊടുത്തിട്ടുള്ള പുരുഷനാണ്. അതുപോലെ തന്നെ അവർക്ക് അല്ലാഹു ചില ശ്രേഷ്ഠതകൾ സൃഷ്ടിപ്പിൽ തന്നെ നൽകിയിട്ടുണ്ട്. അവർക്ക് ശാരീരിക ശേഷിയുണ്ട്, അവർക്ക് ബുദ്ധിപരമായ ശേഷി കൂടുതലാണ്, അവർക്ക് കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള ശേഷി കൂടുതലാണ്. ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. ഇത് പുരുഷന്റെ പ്രത്യേകത, അറിയപ്പെട്ട കാര്യമാണ്. ഇന്ന് ഫെമിനിസം പറയുന്ന ആളുകൾ എല്ലാ കാര്യത്തിലും ആണും പെണ്ണും ഒരേപോലെ ആവണം എന്ന് പറയുന്ന ആളുകൾ, എന്റെ ഇതേ ആൾക്കാർ പിന്നെ മത്സരങ്ങളിൽ, ഓട്ട മത്സരത്തിലും മറ്റു കാര്യങ്ങളൊക്കെ എന്റെ പുരുഷന്മാരൊപ്പം മത്സരിക്കാൻ പെണ്ണുങ്ങളെ വിടാത്തത്? എല്ലാത്തിലും ഒരുപോലെ ആവണമെങ്കിൽ എല്ലാത്തിലും ഒരുപോലെ ആവണ്ടേ? എന്തേ വിടാത്തത്? എല്ലാവർക്കും അറിയാം പുരുഷൻ സ്ത്രീയേക്കാൾ ശേഷിയുള്ളവനാണ് എന്നത് പൊതുവെ മനുഷ്യന് അറിയപ്പെട്ട കാര്യമാണ്. അത് ഇത്ര ചിന്തിക്കാൻ മാത്രമുള്ള കാര്യമല്ല, അത് എല്ലാവരുടെ ബുദ്ധിയിൽ അറിയപ്പെട്ട കാര്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുരുഷന് അല്ലാഹു സ്ഥാനം നൽകിയിട്ടുണ്ട്. അത് പരിഗണിക്കുക എന്നത് സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. അതില്ലാത്തതിന്റെ പ്രശ്നം സമൂഹത്തിൽ വർദ്ധിക്കാൻ, പ്രത്യേകിച്ച് നസാറ കുടുംബങ്ങൾ, നസ്രാനികളുടെ കുടുംബങ്ങളിൽ സ്ത്രീയാണ് പൊതുവെ പുരുഷനേക്കാൾ മുകളിലുണ്ടാവുക അവരുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ. അത് അതുപോലെ തന്നെ ആധുനികരുടെ അടുക്കൽ നിന്ന് ഇന്ന് മുസ്ലിം കുടുംബങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്തിപ്പെടാൻ പാടില്ല. പുരുഷനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, നേരത്തെ നമ്മൾ വിവാഹത്തിന്റെ വിധിവിലക്കുകൾ പറഞ്ഞപ്പോഴൊക്കെ വിശദീകരിച്ചു, ഒരിക്കലും സ്ത്രീക്ക് വലിയാകാനുള്ള അർഹതയില്ല. അതുപോലെ തന്നെ തലാഖിന്റെ കാര്യങ്ങൾ സ്ത്രീയുടെ കയ്യിലേക്കല്ല അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ പുരുഷന് അള്ളാഹു നൽകിയ പദവിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, സഹോദരങ്ങളെ, സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട, ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരുടെ പുരുഷന്മാരോടുള്ള ബാധ്യതകൾ, ഭർത്താവിനോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ് അവളുടെ ശരീരം, അതുപോലെ തന്നെ അവന്റെ സമ്പത്ത്, അവന്റെ വീട്, ഈ പറഞ്ഞ കാര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് ഭർത്താവിനോടുള്ള ഭാര്യയുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അവളുടെ ശരീരം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരം ഭർത്താവിനല്ലാതെ മഹറമുകൾക്ക് മുൻപിൽ കാണിക്കാവുന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരാൾക്ക് കാണിച്ചു നൽകാതിരിക്കുക, അവൾ മറ സ്വീകരിക്കുക, ചാരിത്രം കാത്തു സൂക്ഷിക്കുക എന്നത് ഭർത്താവിനോടുള്ള വലിയ ബാധ്യതയാണ്, വളരെ വലിയ ബാധ്യതയാണ്. ഭർത്താവിന് തൃപ്തികരമല്ലാത്ത ഒരാളോട് സംസാരിക്കരുത്, ഒരാൾ മുന്നിൽ പോയി നിൽക്കരുത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനിപ്പോ നിനക്ക് ചിലപ്പോ ഭർത്താവ് നിന്നോട് വാക്കാൽ പറഞ്ഞില്ല, അയാളുടെ മുഖത്തുനിന്ന് നിനക്ക് ബോധ്യപ്പെട്ടു, സംസാരിക്കരുത്. ഭർത്താവിന് താല്പര്യമില്ലാത്തവർ അവരുമായി സംസാരിക്കരുത്. അത് അന്യപുരുഷന്മാരും തീരെ സംസാരിക്കരുത്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ മുന്നിൽ മറക്കേണ്ട ഭാഗങ്ങൾ മറക്കാതെ നിൽക്കാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല. അവനോടുള്ള പ്രധാന ബാധ്യതയാണ് അവളുടെ ശരീരം, അവന്റെ സമ്പത്ത്, അവന്റെ വീട്, ഈ പറഞ്ഞ കാര്യങ്ങൾ സംരക്ഷിക്കുക എന്നത്. ഈ 3 കാര്യങ്ങൾ സംരക്ഷിക്കണമെന്നത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അറിയിച്ചിട്ടുണ്ട്, ഹദീസിലും വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽഗൈബി ബിമാ ഹഫിളല്ലാഹ്. സാലിഹാത്തുകളായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരാരാണ്? ആരാണ് സാലിഹത്ത്? അള്ളാഹ് പറയാണ് ഖാനിതാതുൻ,
അവർ അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ ധാരാളമായി ചെയ്യുന്നവരാണ്. ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖിനാൽ സംരക്ഷിക്കേണ്ടത് സംരക്ഷിക്കുന്നവരാണ്. അള്ളാന്റെ സഹായത്താൽ തങ്ങളുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഭർത്താവില്ലാത്ത സമയത്ത് അവളുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്നവളാണ്. അത് അവളുടെ ശരീരം ചാരിത്രം കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വിചാരത്തിൽ ഏർപ്പെടുക എന്നുള്ളത് മാത്രമല്ല, അത് അതിന്റെ ഏറ്റവും മോശമായ കാര്യമാണ്. അതിനപ്പുറത്ത് ഭർത്താവിന് തൃപ്തികരമല്ലാത്ത ഒരു കാര്യവും ഒരു പുരുഷനായിട്ടുള്ള സംസാരമോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവരുത്. തീർത്തും ഒഴിവാക്കേണ്ട കാര്യമാണ്. ഇന്ന് ചിലപ്പോ ഈ ഫേസ്ബുക്ക്, വാട്സാപ്പ് എന്ന് പറയുന്ന ഇങ്ങനത്തെ സംവിധാനങ്ങൾ വന്നത് കാരണത്താൽ അതിലിരുന്നിട്ട് ചിലപ്പോ കുടുംബത്തിൽ ഏതോ അകന്ന ഒരുത്തനായിരിക്കും, ഓന് ഗുഡ് മോർണിംഗ്, അപ്പൊ ഒരു ഗുഡ് മോർണിംഗ്, പിന്നെ രാവിലെ ഇരുന്ന് സംസാരം. ഇത് പാടില്ല, ഇത് ഒഴിവാക്കേണ്ടതാണ്. അവളുടെ ചാരിത്ര്യം, അവളുടെ പരിശുദ്ധി അവൾ ഭർത്താവിനോട് കാത്തു സൂക്ഷിക്കുക എന്നത് നിർബന്ധമാണ്. അത് അവളുടെ ഹൃദയമാകട്ടെ അവളുടെ ശരീരമാകട്ടെ. അയാൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുമായി സംസാരിക്കുക, ഇതെല്ലാം അവർ ഒഴിവാക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അവന്റെ വീട് സംരക്ഷിക്കണം. അവന്റെ വീട് സംരക്ഷിക്കാൻ എന്താ? അവന്റെ വീട്ടിലേക്ക് അവൻ ഇഷ്ടമില്ലാത്ത ഒരാളെ കയറ്റരുത്. ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരാളെ വീട്ടിലേക്ക് കയറ്റരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്ക് ഭർത്താവിനോടുള്ള ബാധ്യത വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, വലക്കും അലൈഹിന്ന അല്ലാ യൂതിഅന ഫുറുശകും അഹദൻ തക്റഹൂനഹു. പുരുഷന്മാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് അവകാശമുള്ള കാര്യത്തിൽപ്പെട്ടതാണ് നിങ്ങളുടെ വീടുകളിലേക്ക്, ഫുറുഷ് എന്ന് പറഞ്ഞാൽ ശരിക്കും വിരിപ്പാണ്, പക്ഷെ ഇവിടെ ഉദ്ദേശം വീടാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് വെറുപ്പുള്ള ആളുകളെ അവർ പ്രവേശിപ്പിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ വീട്ടിൽ കയറ്റാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വേറെയും അത് വന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, വലി നിസാഇകും അലൈക്കും അലാ ഇന്ന ലക്കും അലാ നിസാഇകും ഹഖ്ഖ. അറിയുക, നിങ്ങളുടെ ഭാര്യമാർ അവർക്കുമേൽ നിങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട്. വലി നിസാഇകും അലൈക്കും ഹഖ്ഖ, നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളുടെ മേലും ചില അവകാശങ്ങളുണ്ട്. ഫഅമ്മാ ഹഖ്ഖുകും അലാ നിസാഇകും ഫലാ യൂതിഅന ഫുറുശകും മൻ തക്റഹൂൻ. നിങ്ങൾക്ക് വെറുപ്പുള്ളവരെ നിങ്ങളുടെ വീട്ടിൽ പ്രവേശിപ്പിക്കാതിരിക്കുക എന്നത് അവർക്ക് നിങ്ങളോടുള്ള ബാധ്യതകളിൽപ്പെട്ടതാണ്. വലാ യഅ്ദന്ന ഫീ ബുയൂതികും ലിമൻ തക്റഹൂൻ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വെറുപ്പുള്ള ആളുകൾക്ക് അനുമതി നൽകാതിരിക്കുക എന്നതും അവർക്ക് നിങ്ങളുടെ മേലുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്, നിങ്ങളുള്ള ബാധ്യതയിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. അപ്പൊ ഭാര്യമാർ വീട്ടിലേക്ക് ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ആളെ കയറ്റരുത്. അത് ഏത് സാഹചര്യത്തിലാണ്, എന്ത് സാഹചര്യത്തിലാണെങ്കിലും അയാളുടെ അനുമതി ഇല്ലാതെ വീട്ടിലേക്ക് ആളെ കയറ്റരുത്. പണ്ഡിതന്മാർ പറഞ്ഞു, മൂന്നാലൊരു വഴിയിലൂടെ ഭർത്താവിന്റെ അനുമതി മനസ്സിലാക്കാൻ പറ്റും. ഒന്നല്ലെങ്കിൽ അയാൾ വാക്കുകൊണ്ട് പറയാം, ഇയാളെ നീ കയറ്റരുത്, ഇയാൾ വന്നാൽ വീട്ടിലേക്ക് കയറ്റരുത് എന്ന് പറയാം. അതല്ലെങ്കിൽ അയാളുടെ പൊതുവെയുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക. മുഖത്തുനിന്നോ അയാൾ വീട്ടിൽ കയറിയത് ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാവുക, മുഖത്തുനിന്ന് മനസ്സിലായി. അതല്ലെങ്കിൽ സൂചനകളിൽ നിന്ന് മനസ്സിലായി. ബുദ്ധിയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും. അതല്ലെങ്കിൽ പൊതുവെ ഉർഫിൽ നിന്ന്, നാട്ടാചാരങ്ങളിൽ നിന്ന് മനസ്സിലാവുക. നാട്ടിൽ പൊതുവെ ഇങ്ങനെയുള്ള ഒരാളെ കയറ്റാറില്ല. ഇത് അനുമതിയുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെ. ഭർത്താവ് വാക്കുകൊണ്ട് ഇന്ന ആള് വന്നാൽ നീ അയാളെ കയറ്റിക്കോ എന്ന് പറഞ്ഞാൽ അയാളെ കയറ്റാം, അനുവാദമുണ്ട്. അതല്ലെങ്കിൽ അയാളെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ഇന്ന ആള് വന്നാൽ കയറ്റിക്കോ എന്ന് മനസ്സിലായി. അതല്ലെങ്കിൽ പൊതുവെ ഉർഫിൽ മനസ്സിലാവും. ഉർഫിൽ മനസ്സിലാവുന്ന ഉദാഹരണത്തിന് ഭാര്യയുടെ വാപ്പ വന്നു, പൊതുവെ വീട്ടിൽ കയറ്റാറുള്ള ആളാണ്. അതിന് അനുവാദം ചോദിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വാപ്പ വീട്ടിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. പൊതുവെ നാട്ടിൽ അറിയപ്പെട്ട കാര്യമാണ് ഇങ്ങനത്തെ ആളുകളെ കയറ്റാന്നുള്ളത്. പൊതുവെ ഉർഫിൽ, പൊതുവെ നാട്ടു നടപ്പ് പ്രകാരം കയറ്റുന്ന ആളുകൾ, അതല്ലെങ്കിൽ അയാൾ വാക്കുകൊണ്ട് അയാൾ പറഞ്ഞു ഇന്നാളെ കയറ്റിക്കോ, അതല്ലെങ്കിൽ അയാളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ഇയാളെ കയറ്റാം എന്ന് മനസ്സിലാവുന്നവരെ വീട്ടിലേക്ക് കയറ്റാം. അല്ലാത്തവരെ വീട്ടിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല വീടുകളിലും സുബ്ഹാനല്ലാഹ് ഓട്ടോക്കാര്, ഓട്ടോ ഡ്രൈവർമാര്, അതേപോലെ പരിസരത്തുള്ള അയൽവാസികൾ, അതേപോലെ ചിലപ്പോൾ പിന്നെ പെണ്ണുങ്ങൾക്ക് പലപ്പോഴും ഗിയറത്ത് അതിൽ കുറവുണ്ടായിരിക്കും. അത് സ്ത്രീകളുടെ പ്രശ്നത്തിൽപ്പെട്ടതാണ്.
അത് ചില ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ പുരുഷന്മാരുടെ കയ്യിൽ വിലായത്ത് ഏൽപ്പിച്ചതിന്റെ ഒരു കാരണം തന്നെ ഇതാണ്. പുരുഷന് ഗീറത്ത് കൂടുതലായിരിക്കും. അവനാന്റെ പെണ്ണിനെ വേറെടുത്ത് നോക്കുന്ന പുരുഷന് ഇഷ്ടപ്പെടില്ല, ആണിന് പറ്റൂല, ഭാര്യനെ നോക്കുന്നതും പറ്റൂല, അവനാന്റെ മോളെ നോക്കുന്നതും പറ്റൂല. അതുകൊണ്ടാണ് പുരുഷന്റെ കയ്യിൽ ഇത് കൊടുത്തത്. സ്ത്രീകൾ ഈ കാര്യത്തിൽ ചിലപ്പോൾ തശാഹുൽ കാണിച്ചേക്കാം, അശ്രദ്ധ കാണിച്ചേക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലേ? 14 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ചെറിയ കുട്ടിയല്ലേ, നമ്മളടുത്ത് വളർന്ന ആളല്ലേ, ഓനെന്താ കേറണേന് എന്ന് പറഞ്ഞ് വിളിച്ച് വീട്ടിൽ കയറ്റും. ഓന് വയസ്സായിട്ട് എത്രയോ ആയിട്ടുണ്ട്. ഇസ്ലാമിന്റെ നിയമപ്രകാരം തന്നെ 15 വയസ്സായാലും അവർക്ക് പ്രായപൂർത്തിയായി. എന്നാലും ഓൻ നമ്മൾ വളർത്തിയതല്ലേ, എന്റെ കൈ കിടന്ന് വളർന്ന കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. അത് പാടില്ല. പ്രത്യേകിച്ച് ഭർത്താവിന് ഇഷ്ടമില്ലാന്ന് മനസ്സിൽ തീരെ കയറ്റരുത്. അല്ലാതെ ഹിജാബ് അനുസരിച്ച് കയറുന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോ ഈ പറയുന്നതൊക്കെ. അനുവാദം കൊടുക്കുന്നതിന്റെ അർത്ഥം ഹിജാബ് അവരുടെ മുന്നിൽ ഒഴിവാക്കാനല്ല. ഭർത്താവ് പറയാൻ നീ അവരൊക്കെ മുന്നിൽ മുഖം കാണിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കാണിക്കാം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അന്യരായ ആളുകൾ അവർക്ക് ഹിജാബ് എല്ലാം പാലിച്ച് അവരെ വീട്ടിൽ സിറ്റ് ഔട്ടിൽ വിളിച്ചിരുത്തുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഭർത്താവ് അനുവദിച്ചാൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല? അന്യരായ ആൾക്കാരെ മുന്നിൽ ഹിജാബ് ഒഴിവാക്കാൻ പാടില്ല. ഭർത്താവ് അനുവദിച്ചാൽ പോലും. അത് വേറെ വിഷയം. അതല്ല ഇവിടെ പറയുന്നത്. വീട്ടിലേക്ക് വിളിച്ചു കയറ്റുന്നതിനെ കുറിച്ച്. വീട്ടിൽ വിളിച്ചു കയറ്റുന്നത് ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ അവരെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റരുത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, അവരുടെ ചരിത്രത്തിൽ ഇമാം ദഹബി ഉദ്ധരിച്ച ഒരു സംഭവം കാണാം. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവർക്ക് അസുഖമായി കിടക്കുന്ന സന്ദർഭം. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കുന്നതിന് വേണ്ടി വന്നു. അലി റളിയല്ലാഹു തആല അൻഹു വീട്ടിലുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, അബൂബക്കർ വന്ന് അനുമതി ചോദിക്കുന്നു വീട്ടിലേക്ക് കയറാൻ. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവർ അലിയോട് ചോദിക്കാൻ, അതുഹിബ്ബു അൻ ആദന ലഹു, ഞാൻ അബൂബക്കറിന് അനുമതി നൽകുക എന്നത് നിങ്ങൾക്കിഷ്ടമുള്ള കാര്യമാണോ? അലി റളിയല്ലാഹു ആരോ ചോദിക്കുന്നത്. അബൂബക്കർ ഖലീഫയാണ്, ഭരണാധികാരി, അമീറുൽ മുഅ്മിനീനാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാൻ, അലി നിങ്ങൾക്കിഷ്ടമാണോ അബൂബക്കർ വീട്ടിലേക്ക് കയറുന്നത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കിഷ്ടമാണ്. ഫഇദൻ, എങ്കിൽ എനിക്കും കുഴപ്പമില്ല എന്നാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞത്. ഭർത്താവിന്റെ ഹക്ക് അതിൽപ്പെട്ടതാണ് അയാളെ വീട്ടിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്ത ആളെ കയറ്റാതിരിക്കാൻ. ഇത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ഏത് അളാമാന്റെ മോനാവട്ടെ അളാപ്പാന്റെ മോനാവട്ടെ വീട്ടിൽ ഭർത്താവിന് ഇഷ്ടമില്ലാത്തവരെ പ്രവേശിപ്പിക്കരുത്. അയാളുടെ അനുമതിയാണ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് ഇപ്പുറത്തും കൂടി പറയട്ടെ. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഭർത്താവ് ഈ അനുമതി മുതലെടുക്കുകയും ഭാര്യയെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യണമെന്നല്ല. നന്നായി ശ്രദ്ധിക്കണം. അവളുടെ കുടുംബത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ വന്നു, അയാളെ വീട്ടിൽ നിന്ന് കയറ്റാൻ പറ്റില്ല, പുറത്തേക്ക് തിരിച്ചു പറഞ്ഞയച്ചേക്ക് എന്ന് പറയണമെന്നല്ല ഈ പറഞ്ഞത്. അവളെ പരിഗണിക്കുക എന്നത് മര്യാദയുടെ രൂപത്തിൽ ഈ രണ്ട് ഭാഗവും ശ്രദ്ധിക്കണം. ഭർത്താവിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതെല്ലായിടത്തും എടുത്ത് ഉപയോഗിക്കണമെന്നല്ല. അത് ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിച്ചാൽ മതി. എന്നാൽ അയാൾ അത് ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭത്തിൽ ഭാര്യ അതിനെ നിഷേധിക്കരുത്. രണ്ടുപേരും പരസ്പരമുള്ള ഹക്കുകൾ പരിഗണിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാര്, സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് ഭർത്താവിന്റെ അനുമതിയില്ലാതെ വീട്ടിലേക്ക് ഒരാളെ പ്രവേശിപ്പിക്കരുത് എന്നതാണ്. ഇത് നന്നായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും ചില കുടുംബങ്ങളിൽ സംശയരോഗവും മറ്റുമൊക്കെ ഉടലെടുക്കാനുള്ള കാരണം പറഞ്ഞതാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ മോശമായ ബന്ധങ്ങളിലേക്ക് വഴി തുറക്കുന്ന ഇതാണ്. ഭർത്താവിന്റെ അനുമതി ഇല്ലാതെ ഒരാളെ പ്രവേശിപ്പിക്കരുത്. അതിൽ പെട്ടതാണ് ഈ സാധനം വിൽക്കാൻ വരുന്ന ആൾക്കാർ, പിന്നെ മാക്സി വിൽക്കാൻ വരുന്ന ആള്, അതല്ലെങ്കിൽ ചവിട്ടി വിൽക്കാൻ വരുന്ന ആള്, മീൻ വിൽക്കാൻ വരുന്ന ആള്. ഇവരുടെയൊക്കെ മുന്നിൽ ഹിജാബ് ഒഴിവാക്കി നിൽക്കുക എന്നത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്.
ചില ആൾക്കാർ തട്ടണ്ട് തലപ്പിട്ടിട്ട് അങ്ങ് ഇറങ്ങിച്ചെല്ലും. ഇത് പാടില്ല. അത് വളരെ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. സാധിക്കുമെങ്കിൽ ആണുങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, മടി പിടിച്ചിരിക്കാതെ ആണുങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ, ഭർത്താവിന്റെ അനുമതിയില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. ഭർത്താവിന്റെ അനുമതിയില്ലാതെ വീട്ടിൽ നിന്ന് പുറത്ത്, അവനാന്റെ വീട്ടിലേക്കാണെങ്കിലും പോകാൻ പാടില്ല. സ്വന്തം വീട്ടിലേക്കാണെങ്കിലും വാപ്പയമ്മയുടെ വീട്ടിലേക്കാണെങ്കിലും ഭർത്താവിന്റെ അനുമതിയില്ലാതെ പോകാൻ പാടില്ല. വിവാഹം കഴിഞ്ഞാൽ ഭാര്യക്ക് കൂടുതൽ കടമയുള്ളത് വാപ്പാനോട് ഉമ്മാനോട് അനുസരിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അനുസരിക്കാൻ ബാധ്യതയുള്ളത് ഭർത്താവിനോടാണ്. വളരെ ശ്രദ്ധിക്കേണ്ടത്. ചില കുടുംബ ബന്ധങ്ങൾ തകരുന്നതിന്റെ കാരണം ഇപ്പറഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞാൽ അങ്ങ് പോയാൽ പിന്നെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വാപ്പ വിളിക്കും, പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഉമ്മ വിളിക്കും, ഈ വീട് വരുന്നില്ലേ, എന്നെ കണ്ടിട്ട് കുറേയായി. അപ്പൊ ഇത് പറയുന്നതനുസരിച്ച് അവള് തുടങ്ങും, എനിക്ക് വീട്ടിൽ പോണം. ഇയാളുടെ അനുമതി ഇല്ലാതെ എവിടെ പോയാൽ നിനക്ക് അനുവാദമല്ല. ഇസ്ലാമിൽ അനുവാദമല്ല. ഭർത്താവിന്റെ അനുമതിയാണ് അതിൽ അവസാനത്തെ വാക്ക്. വാപ്പാന്റെ അനുമതിയോ വാപ്പയോ ചില വാപ്പമാര് സുബ്ഹാനല്ലാഹ് പെണ്ണിനെ വിളിച്ചിട്ട് പറയും, ഇയ്യണ്ട് പോരുന്നേക്കുന്നറിയും. എന്നിട്ട് എന്നെ നോക്കാൻ ഇവിടെ പൈസ ഉണ്ട്, എന്നെ നോക്കാൻ ഞങ്ങളുണ്ട്. എത്ര കുടുംബങ്ങളാണ് ഇങ്ങനെ തകരുന്നത്? എന്താണ് ഇങ്ങനെ ചെറിയ കാര്യമായി കുടുംബബന്ധം ആളുകൾ കാണുന്നത്? അല്ലാഹു സുബ്ഹാനഹു തആല, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ശൈത്താൻ അവന്റെ അർശ് വെള്ളത്തിന് മുകളിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഓരോ ദിവസവും അവന്റെ പടയാളികൾ അവരിങ്ങനെ അവന്റെ അരികിൽ വന്ന്, ഞാനിതാ ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്ത് പറഞ്ഞാലും അവനത് പരിഗണിക്കുകയില്ല, ശ്രദ്ധിക്കൂല. അത് വളരെ ചെറുതായി കാണും. അവസാനം കൂട്ടത്തിൽ ഒരു ജിന്ന് വന്നിട്ട് പറയും, ഇതാ ഞാൻ ഇന്ന് ഫറഖ്തു ബൈന ഇംറഇൻ വസൗജതിഹി, ഞാൻ ഇന്ന് ഒരാളെ അയാളുടെ ഭാര്യയുമായി ഇതാ വേർപിരിച്ചിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ശൈത്താൻ അവന്റെ അർശിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്ന, നിഅമ അൻത, നീ എത്ര നല്ല പണിയാണ് എടുത്തത്. ഈ പറഞ്ഞ പിശാചിന്റെ പണി എളുപ്പമാക്കി കൊടുക്കുന്ന എത്ര ആൾക്കാരാണ് കുടുംബങ്ങളിലുള്ളത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഉടനെ അപ്പുറത്തും നിന്നിട്ട് തിരികേറ്റി കൊടുക്കുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമുള്ള കാര്യമാണ് ഇവർ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ലാ യദ്ഖുലുൽ ജന്നത നമ്മാം, നമീമത്ത് പറയുന്നവൻ സ്വർഗ്ഗത്തിൽ പോവില്ല. എന്താ ഈ നമീമത്ത് അറിയാന്നാണ്? അവിടെ പറഞ്ഞ് ഇവിടെ ഒന്ന് പറയാ, ഇവിടെ ഒന്ന് പറഞ്ഞ അവിടെ പറയാ. ഇത് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലൈസ അൽ കദ്ദാബു മൻ യുസ്ലിഹു ബൈനൻ നാസ്, ലൈസ അൽ കാദിബ് മൻ യുസ്ലിഹു ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി കളവ് പറയുന്നവൻ കള്ളനല്ല. അതായത് ഒരു മനുഷ്യന് മറ്റൊരാളെ യോജിപ്പിക്കുന്നതിന് വേണ്ടി ഉപദ്രവകരമല്ലാത്ത കളവ് പറയാം. ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ ചെറിയ പ്രശ്നമുണ്ട്. ഭർത്താവ് ഭാര്യനെ പറ്റി ഓളങ്ങനെയാണ് ഓളിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നീ കേട്ടു. ഭാര്യന്റെ അടുത്ത് പോയിട്ട് അതല്ല അതേപോലെ ഛർദിക്കണ്ട. അവിടെ പോയി നിനക്ക് വാക്ക് മാറ്റി പറയാം. എനിക്ക് അങ്ങനെ എന്നിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, എന്നെ പറ്റി എന്നെ ഇഷ്ടം തന്നെയാണ്, നല്ല വാക്കാണ് നിങ്ങളെ പറ്റി പറയുന്നത് എന്നെ അവിടെ പോയി പറയേണ്ടതുള്ളൂ. അങ്ങനെ പറഞ്ഞു, ഞാൻ വിചാരിച്ചില്ല അങ്ങനൊക്കെ നിങ്ങളെ പറ്റി പറയുന്നു വിചാരിച്ചില്ല. ഇതിൽ സത്യസന്ധത പുലർത്തേണ്ടതില്ല. അങ്ങനെ സത്യസന്ധത പുലർത്താൻ പാടില്ലാത്ത സ്ഥലമാണ്. അവിടുത്തെ സത്യസന്ധത എന്ന് പറഞ്ഞാൽ അവരെ ബന്ധം യോജിപ്പിക്കലാണ് സാധ്യമായ രൂപത്തിൽ. അതിലാണ് ഖൈറുള്ളത് എങ്കിൽ. അപ്പോൾ സഹോദരിമാരെ, സഹോദരങ്ങളെ, ഭർത്താവിന്റെ അനുമതി എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ അവന്റെ അനുമതി ഇല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. അത് വാപ്പ പറഞ്ഞാൽ ഉമ്മ പറഞ്ഞാൽ. ഇത് പറയുന്നതിനോടൊപ്പം ഭർത്താക്കന്മാരോട് പറയട്ടെ, അവളുടെ മനസ്സിന് തൃപ്തികരമാകുന്ന രൂപത്തിൽ അവളുടെ ആവശ്യങ്ങളെ നീ പരിഗണിക്കുകയും വേണം. രണ്ട് കാര്യം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത് എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനത്തെ അവസ്ഥയിലാണ്. ഒന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ളവൻ അത് മുതലെടുക്കും, ഇവിടെ പറഞ്ഞാൽ ഇവിടെ ഉള്ളവർ മുതലെടുക്കും. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരിഗണിച്ച് മുന്നോട്ട് പോകണം. പരസ്പര വിശ്വാസം ആ കാര്യത്തിൽ രണ്ടുപേർക്കുണ്ടായിരിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങിക്കേണ്ടതല്ല. ഭാര്യ ആള് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ
ഒരു തവണ കൊണ്ടുപോവാ, രണ്ടാമത്തെ തവണ വീണ്ടും ആവശ്യപ്പെട്ടാൽ എനിക്കിന്റെ അവസ്ഥ അറിയില്ലേ, എന്റെ പണി അങ്ങനെയാണ്, നമുക്ക് അപ്പൊ പിന്നെ പോവാ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞ് നല്ല വാക്ക് അവരോട് പറയാം. അവിടെ തൃപ്തിപ്പെടുത്തിയെടുക്കാനുള്ള ഒരു തന്ത്രം അവന്റെ കയ്യിലുണ്ടാവണം. അവിടെ രണ്ടാമത് പറയുമ്പോ എന്നിട്ടില്ല ഇന്നലെ പോയത് മൂട് പോകണമെന്ന് നടക്കൂല എന്ന് പറഞ്ഞ് ചൂടായാലോ പ്രശ്നം വഷളാവും. അവിടെ ഒരു ഹിക്മത്ത് കാണിക്കാൻ ഭർത്താവിന് സാധിക്കണം. അപ്പൊ ഇത് ഈ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഒരു നല്ല വിഷയമാണ് മുദാറാത്ത് എന്ന് പറയും. എന്താ മുദാറാത്ത് എന്ന് പറഞ്ഞാൽ? മുദാറാത്ത് പുറത്ത് ചിരിച്ചു കാണിക്കുക, ഉള്ളിൽ ചിലപ്പോ ചിരിയൊന്നും വല്ലാതെ ഉണ്ടാവില്ല. അതിനാണ് മുദാറാത്ത് എന്ന് പറയാം. ചിലപ്പോൾ അങ്ങനെ ചിരിക്കേണ്ടി വരും. കുടുംബ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ അങ്ങനെ ചിരിക്കേണ്ടി വരും. നമ്മൾ ചിരിക്കുന്നുണ്ടാവില്ല ഉള്ളിൽ, അത് ചിലപ്പോൾ ആവശ്യമായി വരും. അപ്പോൾ സഹോദര ബാപ്പ വിളിച്ചിട്ട് പറയാൻ മരുമോനോട് ഒന്നങ്ങോട്ട് അയക്കടാ, കുറെ ആയില്ല കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ എനിക്കല്ല അവകാശം, നിങ്ങളാരാ ചോദിക്കാൻ എന്ന് തിരിച്ചു പറഞ്ഞാൽ പറഞ്ഞ വാക്കിൽ തെറ്റില്ല, പക്ഷെ ആ പറഞ്ഞ സന്ദർഭവും ശൈലിയും ശരിയായിട്ടില്ല. അപ്പൊ ഇത് രണ്ടും മനസ്സിലാക്കാനുള്ള, ഇത് രണ്ടും തിരിച്ചറിയാനുള്ള ബോധ്യമാണ് നമുക്ക് വേണ്ടത്. എന്നാലേ കുടുംബ ബന്ധങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞു ഭർത്താവിന്റെ സമ്പത്തിൽ നിന്ന് 3 കാര്യത്തിലാണ് അവൾ ശ്രദ്ധിക്കണം. ഒന്ന് അവളുടെ ശരീരം, 2 അവന്റെ വീട്ടിലേക്ക് അനുമതിയില്ലാതെ ഒരാളെ പ്രവേശിപ്പിക്കരുത്, 3 അവന്റെ സമ്പത്ത്, ഭർത്താവിന്റെ പൈസ, അത് അവന്റെ അനുമതിയില്ലാതെ ചെലവഴിക്കരുത്. അവന്റെ അനുമതിയില്ലാതെ സമ്പത്ത് ചെലവഴിക്കരുത്. എപ്പോഴല്ലാതെ? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, ഒന്നല്ലെങ്കിൽ അവൻ വാക്കാൽ അനുമതി നൽകി, അതല്ലെങ്കിൽ അവന്റെ സംസാരത്തിന്ന് ബോധ്യപ്പെട്ടു, അതല്ലെങ്കിൽ പൊതുവെ നാട്ടിൽ ആളുകൾ ഒരു പ്രശ്നമായി കാണാത്ത കാര്യമാണ്. ഉദാഹരണത്തിന് ഒരു ഭിക്ഷക്കാരൻ വന്നു, ഒരു 5 ഉറുപ്പിക എടുത്തു കൊടുക്കുക, ഒരു 10 ഉറുപ്പിക എടുത്തു കൊടുക്കുക, പൊതുവെ നാട്ടിൽ ഒരു കുഴപ്പമായി കാണാത്ത കാര്യമാണ്. അതിന് അനുമതി ചോദിക്കേണ്ടതില്ല. അതല്ലെങ്കിൽ അവന്റെ വാക്കിൽ നിന്ന് മനസ്സിലായി അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരു സാഹചര്യത്തിൽ പറഞ്ഞത് അതേപോലെ എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ നീ എടുത്തു കൊടുക്കണം കേട്ടോ, എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ അവൻ വാക്കാൽ പറഞ്ഞു ഇന്ന ആൾക്ക് നീ മാസാമാസം എത്ര പൈസ കൊടുക്കണം, ദാനമായി കൊടുക്കണം, എന്തായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന സാധനം നീ ഇത്ര മാസത്തിൽ ഇത്ര പൈസ കൊണ്ട് സാധനം വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, അത് അനുവദിക്കപ്പെട്ടതാണ്. അതിനപ്പുറത്ത് അവന്റെ സമ്പത്ത് അവന്റെ അനുമതിയില്ലാതെ ചെലവഴിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അത് കാണാം, ലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വമാലിഹാ ബിമാ യക്റഹ്. നല്ല സ്ത്രീയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൻ അവൾ ആരാണ്? ലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വമാലിഹാ ബിമാ യക്റഹ്. അവന് വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിൽ അവളുടെ സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിലോ അതല്ലെങ്കിൽ അവന്റെ സമ്പത്തിന്റെ കാര്യത്തിലോ അവൾ കാര്യങ്ങൾ നടപ്പിലാക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം. അപ്പോൾ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പെട്ടതാണ്. ഭർത്താവിന്റെ പൈസ അയാൾ അറിയാതെ, ചിലപ്പോൾ ചില ആൾക്കാർ ഭയങ്കര അശ്രദ്ധയുള്ള ആൾക്കാരായിരിക്കും, പോക്കറ്റിൽ നിന്ന് 100-200 പോയാൽ അവന് അറിയുന്നുണ്ടാവില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവന് ദേഷ്യം പിടിക്കുമായിരുന്നു. മൂപ്പരുതൊന്നും അറിയില്ല, എടുക്കന്നെ. അങ്ങനെ എടുക്കരുത്. അയാളുടെ അനുമതി ചോദിക്കണം. അയാളുടെ സമ്പത്തിന്റെ കാര്യത്തിൽ അയാളോട് അനുമതി ചോദിക്കാതെ അയാളുടെ പണം എടുത്ത് ചെലവഴിക്കരുത്. അപ്പൊ ഇതാണ് ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം സഹോദര, ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം, ഭർത്താവിനെ തെറ്റുകളിലല്ലാതെ തിന്മയിലല്ലാതെ മറ്റെല്ലാ കാര്യങ്ങളിലും ഭർത്താവ് കൽപ്പിക്കുന്നതിൽ അയാളെ അനുസരിക്കുക എന്നത് അവളുടെ മേൽ നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ്. തെറ്റ് കൽപ്പിച്ചാൽ, ഹറാമ് ചെയ്യാൻ പറഞ്ഞാൽ അനുസരിക്കരുത്. അള്ളാഹനെ ധിക്കരിക്കാൻ പറഞ്ഞാൽ ഭർത്താവ് പറഞ്ഞാലും അനുസരിക്കരുത്. പക്ഷെ അതിലൊഴികെയുള്ള കാര്യങ്ങളിൽ ഭാര്യയോട് ഭർത്താവ് ഒരു കാര്യം കൽപ്പിച്ചാൽ അയാളെ അനുസരിക്കുക എന്നത് അവളുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലൗ തഅലമുൽ മർഅതു ഹഖ്ഖ അസ്സൗജി ലം തഖഉദ് മാ ഹദറ ഗദാഉഹു വഅശാഉഹു ഹത്താ യഫറഗ മിൻ. ഒരു ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനോടുള്ള ബാധ്യത എന്താണ് എന്ന് മനസ്സിലായിരുന്നെങ്കിൽ അയാൾക്കുള്ള ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അയാൾ ആ ഭക്ഷണം മുഴുവനായി കഴിച്ചു തീരുന്നത് വരെ അവൾ താഴെ ഇരിക്കുകയില്ലായിരുന്നു. അയാളെ ഭാര്യ ഭർത്താവ് ഭക്ഷണം കഴിച്ച് തീരുന്നത് വരെ, ഭർത്താവ് ഭക്ഷണം കൊണ്ടുവച്ചു കൊടുക്കല്ല, കൊണ്ടുവച്ചു കൊടുത്ത് അയാൾ അത് തിന്നു തീരുന്നത് വരെ അവൾ ഇരിക്കുകയില്ലായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അത്ര വലിയ ബാധ്യത ഭർത്താവിനോട്
ഭാര്യക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞതായി കാണാം. ഒരിക്കൽ റസൂലുള്ളാഹിയുടെ അരികിൽ ഒരു സ്ത്രീ വന്നു ചില ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി. ഇവ നിർവഹിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അദാതു സൗജിൻ അൻതി, നിനക്ക് ഭർത്താവില്ലേ? അവൾ പറഞ്ഞു, അതെ ഉണ്ട്, ഭർത്താവുണ്ട്. ഫൻദുരി ഐന അൻതി മിൻഹു, അദ്ദേഹത്തോട് നീ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നീ ശ്രദ്ധിക്കുക. ഫഇന്നമാ ഹുവ ജന്നതുകി വനാറുകി, അയാൾ നിന്റെ സ്വർഗവും നിന്റെ നരകവുമാണ്. അയാളെ നീ നന്നായി കൊണ്ടുവന്നാൽ അയാൾ നിന്റെ സ്വർഗമാണ്. അയാളുടെ കാര്യത്തിൽ നീ അള്ളാഹുവിന്റെ ബാധ്യതകൾ നിറവേറ്റിയിട്ടില്ലെങ്കിൽ അയാളെ കൊണ്ട് നീ നരകത്ത് പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓർമ്മപ്പെടുത്താൻ. ഇതുപോലെ ഹദീസുകൾ ധാരാളം ഭർത്താവിനെ അനുസരിക്കേണ്ടതിന്റെ ഹദീസിൽ ധാരാളമുണ്ട്. അവിടുന്ന് പറഞ്ഞു, വലാ തജിദു ഇംറഅത്തുൻ ഹലാവത്തൽ ഈമാനി ഹത്താ തുഅദ്ദിയ ഹഖ്ഖ സൗജിഹാ, ഭർത്താവിനോടുള്ള ബാധ്യത പൂർണ്ണമായി നിറവേറ്റുന്നത് വരെ ഒരു സ്ത്രീക്ക് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ പറ്റില്ല. വേറെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ഇസ്നാനി ലാ തുജാവിസു സ്വലാത്തുഹുമാ റൂസഹുമാ, രണ്ട് വിഭാഗം ആളുകൾ അവരുടെ നിസ്കാരം അവരുടെ ശിരസിൽ നിന്ന് താഴോട്ടിറങ്ങുകയില്ല, അതവരുടെ ഹൃദയത്തിലേക്ക് എത്തൂല. അവരുടെ നിസ്കാരം കൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല. ആരാണ് അവർ? അതിൽ ഒന്നാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത് പറഞ്ഞത് ഉടമസ്ഥനെ ധിക്കരിച്ചു പോകുന്ന അടിമയാണ്. രണ്ടാമത് അവിടുന്ന് പറഞ്ഞു, വംറഅത്തുൻ അസത് സൗജഹാ ഹത്താ തർജിഅ, ഒരു സ്ത്രീ അവളുടെ ഭർത്താവിനെ ധിക്കരിച്ചിരിക്കുന്നു, അവൾ ഭർത്താവിനെ അനുസരിക്കുന്നതിലേക്ക് തിരിച്ചു വരുന്നത് വരെ അവളുടെ നിസ്കാരം അത് അവളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്. നാലാമത്തെ കാര്യം സഹോദരി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ്, അയാൾക്ക് സന്തോഷമുണ്ടാക്കുന്നത് എന്താണ് എന്ന് നീ മനസ്സിലാക്കുക. സലഫുകളായ ചില സ്ത്രീകളുടെ ചരിത്രത്തിൽ കാണാം, ഒരു കല്യാണം കഴിഞ്ഞ ദിവസം കുറച്ച് സമയം എടുക്കും, ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനത്തെ ഈ വിഷയത്തിൽ അവസാനത്തെ ക്ലാസ്സാണ്, ഇതോടുകൂടി കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സലഫുകളായ ചില സ്ത്രീകൾ അവരുടെ ചരിത്രത്തിൽ കാണാം, അവർ വിവാഹത്തിന്റെ ദിവസം ഭർത്താവിന്റെ അരികിലിരുന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് അനിഷ്ടമായിട്ടുള്ളത്, നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് എന്തൊക്കെയാണ്, താല്പര്യമുള്ളത് എന്താണ്, എനിക്ക് പറഞ്ഞു തരണം, അതെനിക്ക് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ്. ആ ഭർത്താവ് പിന്നീട് പറയാം, സ്ത്രീ മരിച്ചപ്പോ പറയാണ്, ഇത്ര വർഷമായി ഞാൻ അവളോടൊപ്പം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഒരിക്കൽ പോലും അവളുടെ അരികിൽ വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ കണ്ടിട്ടില്ല, ഒരു ദിവസമല്ലാതെ ഞങ്ങൾ തർക്കിച്ചിട്ടില്ല, ആ ദിവസം ഞാൻ അവളോടാണ് തെറ്റിയത്. അയാൾ പറയാണ്, സലഫുകൾപ്പെട്ട ചില ആളുകളുടെ ചരിത്രങ്ങളിൽ അത് കാണാം. അതുകൊണ്ട് സഹോദരിമാരെ, നിന്റെ ഭർത്താവിന് ഇഷ്ടമുള്ളത് എന്താണ്, ഇഷ്ടമില്ലാത്തത് എന്താണ് നീ മനസ്സിലാക്കണം. ചില കാര്യങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല, ചില പെരുമാറ്റം, ചില സംസാര രീതി, ചില ഭക്ഷണം, ചില കാര്യങ്ങൾ, ചില വീട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കും. അത് മനസ്സിലാക്കി അയാളെ സന്തോഷിപ്പിക്കാൻ നീ ശ്രദ്ധിക്കണം. അള്ളാഹു നിനക്ക് വേറൊരു ബാധ്യത തന്നിട്ടില്ല, വേറൊന്നും തന്നിട്ടില്ല, നീ ജോലി എടുക്കേണ്ട, ഒരു കാര്യം ചെയ്യേണ്ടതില്ല, അതൊക്കെ അയാൾ ചെയ്യേണ്ടതാണ്. അയാൾക്ക് സന്തോഷമുണ്ടാക്കുന്ന റാഹത്തുണ്ടാക്കുന്ന കാര്യം വീട്ടിലുണ്ടായിരിക്കണം. വീട്ടിലെ റൂം, ചിലപ്പോൾ ചില ആൾക്കാർക്ക് വീട്ടിലെ റൂം വെച്ച സാധനം അത് വൃത്തികേടായി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല, അത് വൃത്തിയിൽ കൊണ്ടടക്കാൻ നീ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ അയാളുടെ താല്പര്യങ്ങൾ എന്താണോ അത് നീ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് മനസ്സിലാകാതെ പോവുക എന്നത് ഒരു ഭാര്യയുടെ കുറവുകളിൽ പ്രധാനപ്പെട്ടതാണ്. എന്റെ ഭർത്താവിന് എന്താണ് ഇഷ്ടം, എന്റെ ഭർത്താവിന് എന്താണ് വെറുപ്പുള്ളത് എന്ന് അവൾക്ക് മനസ്സിലായി പോകുന്നില്ല എങ്കിൽ, അത് അവൾക്ക് ഇത്രയുമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് വലിയ കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അവിടുന്ന് നല്ല ഭാര്യയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞത് എന്താണ്? അവിടുന്ന് പറഞ്ഞു, നല്ല സ്ത്രീ എന്നാൽ അല്ലതി തസുറുഹു ഇദാ നദർ, നീ അവളെ നോക്കിയാൽ നിനക്ക് സന്തോഷം ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആയി തീരാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് ഒരു പുരുഷന് ഭാര്യനെ നോക്കിയാൽ സന്തോഷം ഉണ്ടാവുക? അയാൾക്ക് ഇഷ്ടമുള്ളത് അവളുടെ അടുത്ത് ഉണ്ടാവണം. സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, വർത്താനത്തിൽ, അതുപോലെ വസ്ത്രത്തിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സന്തോഷമുള്ളത് ഉണ്ടാകട്ടെ. അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, കുടുംബ ബന്ധം എന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മളിത് നന്നായി പഠിക്കണം. ഞാനിതിന്റെ പ്രധാനപ്പെട്ട ചില വശങ്ങൾ മാത്രമാണ് പറഞ്ഞുപോയത്. അല്ലെങ്കിൽ ഇനിയും ഈ വിഷയത്തിൽ വിശദീകരിക്കേണ്ട ധാരാളം പാഠങ്ങളും ഉപദേശങ്ങളും ഓർമ്മപ്പെടുത്തലുകളും ഒക്കെ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ഇനിയുള്ള ദർസുകളിൽ ചിലതിൽ പിന്നീട് നമുക്ക് അത് വിശദീകരിക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഈ ദർസോടുകൂടി ഈ വിഷയം നമ്മൾ ഇവിടെ താൽക്കാലികമായി നിർത്തുകയാണ്. ഇനി ഇൻഷാ അള്ളാഹ് പിന്നെ കുടുംബ ബന്ധത്തിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുക, അങ്ങനത്തെ വിഷയങ്ങൾ ഇസ്ലാം പറഞ്ഞ കുറെ നിർദ്ദേശങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഇൻഷാ അള്ളാഹ് ഇനിയൊരു ഘട്ടത്തിൽ പിന്നീട് ഒരിക്കൽ നമുക്ക് ഇതുപോലെ തന്നെ വിശദീകരിക്കാവുന്നതാണ്. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബി വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അടുത്ത ആഴ്ച മുതൽ ഇൻഷാ അള്ളാഹ് നമ്മൾ വിശ്വാസ കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, 6 കാര്യങ്ങൾ അതിൽ ഓരോന്നായി വിശദീകരിച്ചു തുടങ്ങും. പിന്നെ പഠിക്കുന്ന സഹോദരങ്ങൾ, അതിന് താല്പര്യം കാണിക്കുന്ന ആളുകൾ നിങ്ങൾ വിളിച്ച് അവരെ കൊണ്ടുവരണം. ഈമാൻ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ്. അള്ളാഹുള്ള വിശ്വാസം എന്നത് മുതൽ ഇൻഷാ അള്ളാഹ് നമ്മൾ അടുത്ത ആഴ്ച മുതൽ വ്യാഴാഴ്ചകളിൽ ഇൻഷാ അള്ളാഹ് ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നിർത്തിവെച്ച ഫിഖ്ഹിന്റെ ദർസ് ഇത് നമ്മൾ തുടരുന്നതാണ് ഇൻഷാ അള്ളാഹ്. ജസാക്കുമുല്ലാഹു ഖൈറൻ.